ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഗാസ പീസ് ടോക്സ്, അതായത് സീസ് ഫയറുമായി ബന്ധപ്പെട്ട് 20 പരിപാടികളാണ് വെച്ചിരുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന കൺസേൺഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ. അപ്പം അതിലൊന്നായിരുന്നു അവിടെ പീസ് മേക്കിംഗ് ഫോഴ്സ്, അതായത് പീസ് കീപ്പിംഗ് ഫോഴ്സ്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും, അവിടുത്തെ ആർമി ആയിരിക്കും പങ്കെടുക്കുന്നത്. ഉറപ്പായിട്ട് ടർക്കിക്ക് വലിയ താല്പര്യമായിരുന്നു അവിടെ വരണമെന്നും അത് റീഹാബിലിറ്റേഷനും അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് അറബ് രാജ്യങ്ങളാണ്, പിന്നെ യൂറോപ്യൻ യൂണിയനും അതിന് പണം മുടക്കുന്നുണ്ട്. അമേരിക്ക പണം മുടക്കുന്ന പക്ഷേ കാഴ്ചക്കാരനായിരുന്നു. ടോണി ബ്ലെയറിനെ ആയിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ടോണി ബ്ലെയറിന് വലിയ താല്പര്യം ഉണ്ടായില്ല. അവസാനം അമേരിക്കയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, അതിലെ മേജർ ഫോഴ്സായിട്ട്, അതായത് പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പോകുന്നത് പാകിസ്ഥാനായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ട്രംപ് ഈ പറയുന്ന അസിം മുനിറൻ ഭൂലോ വലിയ സംഭവമാണ്, മാടയാണ് കോടയാണെന്ന് പൊക്കി അങ്ങ് അടിച്ചു. വൈറ്റ് ഹൗസിൽ കൊണ്ട് റെഡ് കാർപ്പറ്റ് കൊടുത്തു. ഫ്ലോറിഡയിൽ കൊണ്ടുപോയി ഇരുത്തി. സെൻട്രൽ കമാൻഡിൻ്റെ മൈക്കൽ കുരിയില, അയാളുടെ റിട്ടയർമെൻറ്റ് സമയത്ത്. ഇപ്പം രസകരമായൊരു സംഭവം, ഏതൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായ രാജ്യത്ത് പീസ് കീപ്പിംഗ് ഫോഴ്സ് പോയിട്ടുണ്ട്, അവിടെ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ കാര്യം എടുക്കുക. ഇന്ത്യ IPKF എന്ന് പറഞ്ഞ് ശ്രീലങ്കയിൽ പോയി. അവസാനം ഇന്ത്യൻ സൈന്യത്തിന് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ട് IPKF ശ്രീലങ്കയിൽ. ഈ പറയുന്ന പോലെ സക്സസ് ആക്കാൻ പറ്റിയോ? അതും പറ്റിയില്ല. അതിനേക്കാൾ വിഭിന്നവും വളരെ വ്യത്യസ്തവുമായിരിക്കും ഗാസയിലെ പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻ. അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവിടെയുള്ള ജനങ്ങളും ഇസ്ലാമിക രാജ്യമാണ്, ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് റീഹാബിലിറ്റേഷൻ, അതായത് പവർ ട്രാൻസിഷൻ, അവിടെയുള്ള പവർ, അവിടെ പാലസ്റ്റീൻ അതോറിറ്റി, അവരോട് ആരാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, ഇനി ആരവിടെ വരുന്നത് നോക്കൂ. അവർക്ക് അത് ട്രാൻസിഷൻ ഇവർ ശരിയാക്കി കൊടുക്കണം. മനസ്സിലാക്കുക, ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പോഴും ഗാസയുടെ 53% ഇസ്രായേലി ഫോഴ്സിൻ്റെ കയ്യിലാണ്. അവരാണത് ഗാർഡ് ചെയ്യുന്നത്. അപ്പം അവിടെ നേരിട്ട് പാകിസ്ഥാനും ഇസ്രായേലി ഫോഴ്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. ഇവർ ഹമാസുമായിട്ടും പ്രശ്നമുണ്ടാകും, ഇസ്രായേലി ഫോഴ്സുമായിട്ടും പ്രശ്നമുണ്ടാകും. കാരണം ഈ പാകിസ്ഥാനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹൈലി പെനട്രേറ്റ് ചെയ്ത് കിടക്കുന്ന സാധനമുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ വരെ ഈ പറയുന്ന ഇസ്ലാമിക ഫോഴ്സുകളെ ഉപയോഗിച്ചു, ISIS ഉപയോഗിച്ചും എപ്പോഴും ഒരു പ്രോ ഇസ്ലാമിക് ടെററുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോഴ്സാണ് പാകിസ്ഥാൻ ആർമി. അതെല്ലായിടത്തും വ്യക്തമാണ്. അവർ തന്നെയാണ് പല ആൾക്കാരെയും ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പം അവരും ഇസ്രായേലുമായിട്ട് നേരിട്ടൊരു ഫൈറ്റ് ഉണ്ടാകൂ ഇല്ല, ഇതാണ് ചോദ്യം. ഇത് ട്രംപിൻ്റെ ഒടുക്കലത്തെ ട്രാപ്പാണ് ഈ പാകിസ്ഥാൻ ആർമി കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കുക, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടല്ല ട്രംപ് സംസാരിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിന്. അസിം മുനീറിനോട് നേരിട്ട് പറഞ്ഞു അവിടെ പോയി IPKF ഫോഴ്സുമായിട്ട് പോയി കൺട്രോൾ ഏറ്റെടുക്കാൻ. അമേരിക്കൻ അതിൻ്റെ ജനറൽ എന്ന് പറയുന്നത് 2 സ്റ്റാർ അമേരിക്കൻ ജനറൽ ആയിരിക്കും, പക്ഷെ അയാൾ ഇരിക്കുന്നത് ഇസ്രായേലിലാണ്. എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? അതായത് അവിടെ പ്രശ്നമുണ്ടാകും. ഈ തകർന്നടിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ് അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ മാറ്റുമ്പം അത് ഫുള്ളി കൺട്രോൾഡാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ. അതായത് വെൽ മോണിറ്റേർഡാണ്. ഇവിടെ ഒക്കെ ബോംബുണ്ട്, പലയിടത്തും ഇരിപ്പുണ്ട്. അതായത് ഉറപ്പായിട്ടും പാകിസ്ഥാനി ഫോഴ്സിൻ്റെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ 1971 കിട്ടുന്ന ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ആയിരിക്കും ഗാസ ഓപ്പറേഷൻ, പീസ് ഓപ്പറേഷനിൽ കിട്ടാൻ പോകുന്നത്. ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങൾ ഈജിപ്ഷ്യൻ ഫോഴ്സൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇടപെടത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ വരുന്നത് പാകിസ്ഥാൻ ഫോഴ്സ് ആയിരിക്കും. കാരണം ഈ ഈജിപ്ഷ്യൻ ഫോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ഇസ്രായേലുമായിട്ട് വാറുണ്ടായതാണ്. ഈ ഹമാസിനെയൊക്കെ പാർഷ്യലായിട്ട് പിന്തുണയ്ക്കുന്നവരാണ്. ഇപ്പോഴാണ് അവർക്ക് പ്രശ്നമൊക്കെ മാറി കിട്ടിയത്. അപ്പോൾ ഈ ഫോഴ്സ് അവിടെ വന്നു കഴിയുമ്പോൾ, പാകിസ്ഥാനി ഫോഴ്സ് അവിടെ വന്നു കഴിയുമ്പോൾ ഇസ്രായേലി IDFുമായിട്ട് നേരിട്ടുള്ള ഫൈറ്റിന് സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ഏതായാലും പാകിസ്ഥാനി ഫോഴ്സിനെ അവരുടെ എയർഫോഴ്സിനെയോ മറ്റുള്ള ഏവിയേഷനും ആ സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ഗ്രൗണ്ടിലാണ് സംഭവം നടക്കുന്നത്. വെൽ എക്വിപ്ഡാണ് IDF. ഫേസ് ടു ഫേസ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ IDF നോക്കത്തേ ഇല്ല, അവരെടുത്ത് താങ്ങും. ഈ പറയുന്ന അമേരിക്കയുടെ ബേസിൻ്റെ അടുത്തുള്ള
ഖത്തറിൽ കൊണ്ട് ബോംബിട്ടതാണ്. അപ്പം അവർ ആ കാര്യത്തിൽ ഈ ഗാസയുമായിട്ടോ ഹമാസിൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ഒന്നും ചെയ്യത്തില്ല. ഏതൊക്കെ രീതിയിലാണ് പ്രഷർ ഉണ്ടാകുന്ന ആ പ്രഷറിൻ്റെ അപ്പുറത്തേക്ക് ഈ സംഭവങ്ങൾ മാറും. ഇനി മറ്റൊരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം വളരെയധികം പേര് അമേരിക്കയിൽ ഇസ്രായേലിന് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. അതായത് 2 സ്റ്റേറ്റ് അല്ല 1 സ്റ്റേറ്റ് ആയിരിക്കണം, ഗാസ ഉൾപ്പെടെ അത് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിൽ വരണം എന്ന് തന്നെയാണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, പ്രൊട്ടസ്റ്റന്റ്, ഇവാഞ്ചലിക്കൽ വിഭാഗം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 1000-ഓളം പാസ്റ്റേഴ്സും അതായത് റിലീജിയസ് ലീഡേഴ്സ് ഇസ്രായേലിൽ പോയിട്ടുണ്ട്. അതായത് അമേരിക്ക പോലും ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കുകയില്ല ഇസ്രായേൽ ഈ ഗാസ ഇസ്രായേൽ ഇഷ്യൂ, അതായത് വരാൻ പോകുന്ന ഈ സമയത്തുണ്ടാകുന്നത്. ഇതിനകത്ത് പാകിസ്ഥാൻ കയറിപ്പെടും. പാകിസ്ഥാനുമായിട്ട് ഫൈറ്റ്, നെക്ക് ടു നെക്ക് ഫൈറ്റ്, ഫേസ് ടു ഫേസ് ഫൈറ്റ് ഉണ്ടാകും. ഈ പറയുന്ന ഇസ്രായേൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മേളിൽ കയറി ബോംബിടും. അവരിപ്പോഴും ഈ സീസ്ഫയർ ആണെങ്കിൽ അവർ കൊല്ലേണ്ടവരെ ആവശ്യത്തിന് കൊല്ലുന്നുണ്ട്. എത്രയോ തലവന്മാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് തട്ടുന്നുണ്ട്. സിറിയയിൽ കയറി തട്ടുന്നുണ്ട്, ലെബനനിൽ കയറി തട്ടുന്നുണ്ട്. ഈ സാധനം അവർ നിർത്താനൊന്നും പോകുന്നു. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോവുകയുള്ളൂ. കാരണം ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെയും ഫോഴ്സിൻ്റെയും അവർ ഡിറ്റർമൈൻഡാണ് ഹമാസിനെ തുലയ്ക്കുക. ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ഈ ഹമാസിനെ ഹൈലൈറ്റ് ചെയ്ത് അവരെ സഹായിക്കുന്ന രീതിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലി ഫോഴ്സ് കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അതായത് അസിം മുനീറിൻ്റെ വെടി വീരാൻ പോവുക, പാകിസ്ഥാൻ ഫോഴ്സിൻ്റെ വെടി തീരാൻ പോകും. കാരണം ഇത് ഗ്ലോബൽ പിച്ചിലോട്ട് വന്ന് ഈ പറയുന്ന വലിയൊരു ഹൈലൈറ്റ് ഉണ്ടാക്കി, ഓപ്പറേഷൻ സിന്ദൂറിൽ മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ സംഭവം ഉണ്ടാക്കി, ഇവിടെ ഗാസയിൽ പാകിസ്ഥാൻ ഫോഴ്സിൻ്റെ വെടി തീർന്നു പോകും. കാരണം കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയായിട്ട് ഉടക്കാവും, അസിം മുനീർ ട്രംപുമായിട്ട് കയറി ഉടക്കാവും, മറ്റുള്ള രാജ്യങ്ങളായിട്ട് കയറി ഉടക്കാവും. ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇസ്രായേലിനെ റിജക്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. JD വാൻസ് അവിടെ വന്ന് പ്രസംഗിച്ചു. അവിടെ 2 സ്റ്റേറ്റ് പോളിസി അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ പ്രസംഗിച്ചു. പക്ഷെ അമേരിക്കയിൽ JD വാൻസിനെതിരെ ശക്തമായ പ്രശ്നമുണ്ടായി. അങ്ങനെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം, അത് ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ റിപ്പബ്ലിക് ആണെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ വലിയ സൗണ്ടായിട്ട് പൊളിറ്റിക്സിലുമുണ്ട്, എക്കോണമിയിലുമുണ്ട്, അവിടുത്തെ രാജ്യത്തിൻ്റെ സുരക്ഷയിലുമുണ്ട്. അവരെ തള്ളി അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവസാനം ഇസ്രായേലി IDF-ഉമായിട്ട് അടിയുണ്ടായി കഴിയുമ്പോൾ അമേരിക്കയുടെ സ്റ്റാൻഡായിരിക്കും ക്ലിയർ. അത് വരാനുള്ള സമയത്തൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇത് വല്ലാത്തൊരു കുരുക്ക് ട്രാപ്പിലാണ് അസിം മുനീറും പാകിസ്ഥാൻ ആർമിയും ചേർന്നിരിക്കുന്നത്. അവർക്ക് അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായിട്ട് തള്ളാൻ പറ്റത്തില്ല. പക്ഷേ ഡിക്റ്റേറ്ററാണ് പൂർണ്ണമായിട്ട് അസിം മുനീറും അവിടുത്തെ പട്ടാളം. കാരണം അവർ തീരുമാനിക്കുന്ന നടപ്പിലാക്കും. ചിലപ്പം അത് ഈ പറയുന്ന പോലെ ഹമാസിനെ അടിക്കാനും ഒതുക്കാനും ശ്രമിക്കുമ്പോൾ സ്വന്തം രാജ്യത്ത്, അതായത് പാകിസ്ഥാനിലുള്ള ആളുകൾ പട്ടാളത്തെ എതിർക്കാൻ തുടങ്ങും. അതായത് ഏത് രീതി ഗെയിം കളിച്ച് മുന്നോട്ട് പോകും. ഇവിടെയാണ് പാകിസ്ഥാൻ പട്ടാളം പെട്ടുപോകുന്നത്. കാരണം ഹമാസിനെതിരെ തിരിയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വലിയ പ്രശ്നമുണ്ടാകും 100%. അവിടെയുള്ള ജനങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ തിരിയും. ചിലപ്പോൾ ആ തിരിഞ്ഞു കഴിഞ്ഞ് ആ സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി പോലും താഴെ പോകാൻ സാധ്യതയുണ്ട്. കാരണം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ഇലക്ഷൻ പോലും പ്രോപ്പറായിട്ട് നടത്തില്ല. റിഗ് ചെയ്ത് മറ്റുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് പ്രധാനമന്ത്രിയാകുക. അതിന് പട്ടാളത്തിൻ്റെ സപ്പോർട്ട് അല്ല, വല്ലാത്ത ഏച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് പട്ടാളത്തിന് സുപ്രധാനമായ ഘടകമുണ്ട്. ഇത് രണ്ടും കൂടി അടിക്കുകയും ഈ ഹമാസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട്, ഐദർ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം, രണ്ടു നിന്നാലും പ്രശ്നമാണ്. അതിന് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ അടിക്കും, അമേരിക്ക എതിർക്കും. അനുകൂലമായിട്ട് ഹമാസിന് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഗ്ലോബൽ പ്രശ്നമുണ്ടാകും. ഇനി എതിർത്ത് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തെ പ്രശ്നമായി. ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ട്രംപ് എന്ന് പറഞ്ഞ ബിസിനസ്സുകാരുടെ തലയിൽ ഉദിച്ച ബുദ്ധി എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കണം. അയാൾക്കൊരു പോറലും പറ്റിയില്ല. അവരെ കൊണ്ടാക്കി അവർ ചോദിച്ച പണം കൊടുത്തു, അവന്മാരെ കിടന്ന് അടിക്കുകയോ തോൽക്കുകയോ ചെയ്തോട്ടെ. ഇതിനകത്ത് ഇസ്രായേൽ കാണിക്കുന്നതിന് സംഭവമുണ്ട്. അവർ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന ഗാസയിൽ വന്നിരിക്കുന്ന പലസ്തീൻകാർക്ക് വേണമെങ്കിൽ മറ്റുള്ള രാജ്യത്തോട്ട് പോകാം, അതിന് പണവും കൊടുക്കുന്നുണ്ട്. അവസാനം 4-5 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഗാസയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ പട്ടാളക്കാരുൾപ്പെടെ അവിടെ തമ്മിലടിയും ബഹളവുമായി അവസാനം കുളമായി. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം.
ഏതെങ്കിലും രാജ്യത്ത് ഇസ്ലാമിക പട്ടാളം, അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലെ പട്ടാളം പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യവും ആ പട്ടാളം ഉൾപ്പെടെ തൊലഞ്ഞ ചരിത്രമാണ് ഇന്ന് ലോകത്ത് മുമ്പിലുള്ളത്. അത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, ഇവിടെയും അത് കാണും. അത് കണ്ടു കഴിയുമ്പോൾ പല അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നത് അവരെ കൊണ്ട് ഇതിനൊന്നും കഴിയാത്ത കാര്യങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. അവർ പുറമേ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ പറ്റുകയുള്ളൂ. അവസാനം കാണാൻ പോകുന്നൊരു പൂരമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമി ചീഫും പാകിസ്ഥാൻ പട്ടാളവും എങ്ങനെയാണ് ഗാസയിൽ പോയി പൊരിയുന്നത്. അത് വരാനുള്ള ദിവസം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരും.